പാണങ്ങാടൻ ഫാമിലി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസിന് ധനസഹായം നൽകുന്നതിനായി സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. ക്രിസ്തുമസ് ദിനത്തിൽ മാനിടം സെന്ററിൽ നടന്ന ചടങ്ങിലാണ് നറുക്കെടുപ്പ് നടന്നത്. ബമ്പർ സമ്മാനം ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, രണ്ടാം സമ്മാനം ലാപ്ടോപ്പ്, മൂന്നാം സമ്മാനം സൈക്കിൾ കൂടാതെ 10 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകിയത്. പാണങ്ങാടൻ ഫാമിലി ട്രസ്റ്റ് മുൻ പ്രസിഡന്റും സമ്മാന കൂപ്പൺ പദ്ധതിയുടെ കൺവീനറും അടാട്ട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പറുമായ സണ്ണി പാണങ്ങാടൻ ബമ്പർ സമ്മാന ജേതാവിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൂപ്പൺ നമ്പർ 2797 പ്രിന്റോ ഫ്രാൻസിസിനാണ് ബമ്പർ സമ്മാനമായ ഹോണ്ട ആക്ടിവ ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ അജിത കൃഷ്ണൻ രണ്ടാം സമ്മാന ജേതാവിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൂപ്പൺ നമ്പർ 0890 മനോജ് മഠത്തിലിനാണ് രണ്ടാം സമ്മാനമായ ലാപ്ടോപ്പ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് അംഗം ജിനോ ജേക്കബ് മൂന്നാം സമ്മാന ജേതാവിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൂപ്പൺ നമ്പർ 3193 ജോസ് അക്കരപ്പട്ടിയേക്കിൽ ആണ് മൂന്നാം സമ്മാനമായ സൈക്കിളിന് അർഹനായത്. കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായ 10 പേരെയും തിരഞ്ഞെടുത്തു. പാണങ്ങാടൻ ഫാമിലി ട്രസ്റ്റ് പ്രസിഡന്റ് ജോജി പാണങ്ങാടൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി എഡിസൺ പാണങ്ങാടൻ നന്ദിയും പറഞ്ഞു. ട്രസ്റ്റ് ട്രഷറർ ബാബു പാണങ്ങാടൻ, രക്ഷാധികാരി PT ജോണി മാസ്റ്റർ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളായ കൊച്ചുപോൾ പാണങ്ങാടൻ, കൊച്ചു മാത്യു, ഡാനിയേൽ, ജോഷി പിയോ, ഡേവിസ് എന്നിവരും മറ്റംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെ ലഭിച്ച തുക നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് കൈമാറുമെന്ന് പാണങ്ങാടൻ ഫാമിലി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ATK ന്യൂസ്